വളരെ സന്തോഷത്തോടു കൂടി എന്നാൽ ചെറിയ സങ്കടത്തോടു കൂടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു വൈദ്യുതിയുടെയും സഹായമില്ലാതെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വെള്ളം പമ്പ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഞാൻ ഇവിടെ പരീക്ഷിച്ചുള്ളത്. ഇതിന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പേരിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. റാം പമ്പ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം നിലവിൽ ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. പക്ഷേ അവിടെ അവർ യൂസ് ചെയ്യുന്നത് വാട്ടർ ഹാമറിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരിക്കലും ഇതുപോലെ താഴെ നിന്ന് വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് താഴെ നമ്മളെ ഫിഷ് പോണ്ടിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് ഗ്രോ ബെഡിലേക്കൊക്കെ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കലി, ഒരു വൈദ്യുതിയുടെ സഹായമില്ലാതെ. ഇതിനെന്നെ സഹായിച്ചത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ടീമാണ്, സബ്സ്ക്രൈബേഴ്സും നമ്മളെല്ലാവരും ടീമാണ്. എൻ്റെ പോരായ്മകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാമെന്നൊക്കെ ഞാൻ പലവട്ടം പറയുന്നുണ്ട്. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാറുള്ള തിരുവനന്തപുരം സ്വദേശി രാജേഷ് ഏട്ടനാണ് എനിക്ക് കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ, അതായത് ഒരാഴ്ച മുമ്പ് വാട്സപ്പിൽ എനിക്ക് തായ്ലൻഡ് ഭാഷയിലുള്ള കുറച്ച് വീഡിയോസ് ഷെയർ ചെയ്ത് തന്നു. എന്നിട്ട് അതേക്കുറിച്ച് ഞാനും അദ്ദേഹവും തമ്മിൽ ഒരുപാട് ചർച്ചകൾ നടത്തി. അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് വ്യക്തമായ മാസ്റ്റർ പ്ലാനിങ്ങും അക്വാപോണിക്സിനെ കുറിച്ച് വ്യക്തമായ പഠനം 1-2 വർഷമായിട്ട് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുക. പുള്ളി ഗൾഫിലപ്പോൾ ജോലി, നാട്ടിൽ വന്ന് സെറ്റിൽ ആവാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ ഐഡിയ പ്രകാരം ഞാനൊരു ശ്രമം നടത്തി. എൻ്റെ ഇതിൽ 90% സക്സസ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഐഡിയ എൻ്റെത് 100% സക്സസ് ആക്കി എനിക്ക് കഴിഞ്ഞിട്ടില്ല. തുടക്കത്തിൽ തന്നെ ഞാൻ പറയുകയാണ്, ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്ത് പറ്റിയുള്ള ചെറിയ പാളിച്ച കൊണ്ടാണ് എനിക്കിത് പരാജയപ്പെട്ടത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ, അവസാനം വരെ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഐഡിയ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് നിങ്ങളടുത്ത് വരുന്നത്. അപ്പോൾ അവസാനം വരെ വീഡിയോ കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ഞാൻ അബ്ദുൽ സമദ് കുറ്റോ, വെൽക്കം ടു അവർ വീഡിയോ വ്ളോഗ്. നമ്മൾ വെണ്ടൊക്കെ കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് പൂവിട്ടുന്നു, ഇപ്പോൾ അത് കായ്ച്ചു. പിന്നെ നമ്മളെ ഗ്രോ ബെഡാണിത്, പിന്നെ നമ്മളെ ഫിഷ് പോണ്ടാണിത്. നിലവിലുള്ള സാഹചര്യം ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഒരു ഓട്ടോ ഫ്ലോ അടിസ്ഥാനത്തിൽ വെള്ളം താഴെ കാണുന്ന ആ ടാങ്കിലേക്ക് പോകും. അവിടുന്ന് നമ്മൾ വെള്ളം മുക്കിയെടുത്തിട്ട് ഒരു ബക്കറ്റ് കൊണ്ട് മുക്കിയെടുത്തിട്ട് ആ കാണുന്ന ബയോഫിൽറ്ററിലേക്ക് ഒഴുക്കും. അവിടുന്ന് വീണ്ടും ഓട്ടോ ഫ്ലോ അടിസ്ഥാനത്തിൽ ഇതിലെത്തും, വീണ്ടും തിരിച്ചത് ഫിഷ് പോണ്ടിലെത്തും. ഈ സിസ്റ്റമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതോടെ മാൻ പവർ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ ഒരു സിസ്റ്റം ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ഓട്ടോമാറ്റിക്കലായിട്ടുള്ള ഫ്രീ എനർജി ആയിട്ടുള്ള ഒരു പമ്പ് സിസ്റ്റം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം, എങ്ങനെ കാര്യങ്ങൾ എന്നുള്ളത്. നമ്മൾ ടാങ്കായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ഒരു ബക്കറ്റാണിത്. ഇത് പെയിൻറ്റ് ബക്കറ്റാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിക്നെസ് ഉണ്ട്. കാരണം എയർ ടൈറ്റ് ആവുന്ന സമയത്ത് ഇത് അതായത് ചുളുങ്ങി പോകാൻ പാടില്ല. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഇരുമ്പിൻ്റെ ബാരൽ പോലുള്ള സാധനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അതാണ് ബെറ്റർ. നമ്മളിപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഭാവിയിൽ ഇത് സക്സസ് ആണെങ്കിൽ നമുക്കൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് ഹോളുകൾ ഇടണം. അപ്പോൾ ഞാനിവിടെ ഹോൾ ഇട്ടുള്ളത് കണ്ടില്ലേ, ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കുമ്പോൾ ഹോളിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പേസിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ കാണാൻ പറ്റും, കണ്ട ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോളിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ ഈ സിസ്റ്റം നമ്മൾ വർക്കാവുമ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മൾ ടാങ്കായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഇതിൽ 20 ലിറ്റർ വെള്ളം കൊള്ളും, അങ്ങനത്തെ ഒരു ടാങ്കാണ് ഉള്ളത്. പിന്നെ എയർ ഉള്ളിലേക്ക് കിടക്കാൻ പാടില്ല എന്ന രീതിയിൽ നമ്മളിത് കവർ ചെയ്യണം. എങ്കിലേ ഇതിൻ്റെ സക്സസ്സൊക്കെ പൂർണ്ണ രീതിയിൽ എത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് വർക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ടാങ്കായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അലുമിനിയം അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒക്കെ ബാരൽ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല തിക്കുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുക. ഇത് സക്സസ് ആണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും. ഇനി അത് നോക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ വാൾവാണ്. അതുപോലെ തന്നെ 1 ഇഞ്ചിൻ്റെ ഫുഡ് വാൾവ് ഉണ്ട്, പിന്നെ പൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ടോട്ടൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടാങ്ക്, ഈ ബക്കറ്റ് നമ്മൾ ഓൾറെഡി ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി കണക്ട് ചെയ്യാൻ പോകാം. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് കാണാം. ഇതൊരു കണക്ടറാണ്, അതായത് നമ്മൾ ടാങ്കിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇട്ടിട്ട് പുറത്ത് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മൾ ഈ ഹോളിൽ ഇത് കയറ്റി വെക്കുക ചെയ്യുന്നത്. ഇത് ഏകദേശം 1 ഇഞ്ചിൻ്റെ വരുന്നത്. ഞാൻ എക്സാമ്പിൾ കാണിച്ചിട്ട് മുകളിൽ ഞാൻ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അകം ഏകദേശം എയർ ടൈറ്റ് ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് നമ്മൾ കവർ ചെയ്യും. അത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് ഒഴിവാക്കി വെച്ചതാണ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നമ്മൾ 2 സൈഡിൽ വെച്ചിരിക്കുന്നത് ഓരോ ഇഞ്ചിൻ്റെയാണ്. താഴ്ഭാഗത്ത് നമ്മൾ വെക്കുന്നത് 2 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാങ്ങിയിട്ടുള്ള പ്ലംബിങ്സ് മെറ്റീരിയൽസ് എല്ലാം കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക് വരുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ടാങ്കിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് കുറച്ച് പരിമിതികളുണ്ടായിരുന്നു വീഡിയോ ചെയ്യാൻ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത്.
അപ്പോൾ നമ്മൾ ടാങ്കിൽ ഇപ്പോൾ ടോപ്പിൽ നമ്മളൊരു ഇതിൻ്റെ ടോപ്പ് വെച്ചിട്ട് നമ്മൾ ചുറ്റും MC വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എയർ ഇതിനകത്തേക്ക് കടക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു പൈപ്പ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൈപ്പ് വരുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഔട്ടറാണ്, വെള്ളം പുറത്തേക്ക് പോകാനുള്ള സ്ഥലമാണ് ഇത് വരുന്നത്, ഇവിടെ കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫൂട്ട് വാൾവ് വരുന്നത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫൂട്ട് വാൾവ് ഇത് വരുന്നത് ഇതിലേക്ക് ജോയിൻ ചെയ്യും, അതായത് ഈ ഒരു സംഭവത്തിലേക്ക് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ഔട്ടർ വരുന്നത് ഇവിടെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടി ഇനി ടാങ്കിലേക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ റിസൾട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും ടാങ്ക്. പിന്നെ ഇവിടുന്ന് ഓരോ പൈപ്പുകൾ നിങ്ങൾക്ക് കാണാം. ഇത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ ഗ്രോ ബെഡിലേക്ക് വെള്ളം ചാടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ അതായത് പമ്പ് സിസ്റ്റത്തിൻ്റെ നമ്മൾ ഔട്ടർ വരുന്നത് വലിയ രീതിയിൽ വന്നിട്ട് അത് ചെറിയ രീതിയിലേക്ക് റെഡ്യൂസ് ചെയ്ത് പോകുന്നത്. ഇത് മാക്സിമം ഇത് ലെങ്ത്തിലേക്ക് മാക്സിമം കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഇതുവഴി ചിലപ്പം ബബിൾ തിരിച്ച് കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ തിരിച്ച് ബബിൾ കയറുകയാണെങ്കിൽ ഇതിൽ എയർ കൊടുക്കും. കാരണം ഇതിൽ നിലവിലുള്ള എയർ അതായത് വെള്ളം കുറയുമ്പോൾ എയർ കുറയുമ്പോൾ ആ എയറാണ് ഇവിടുന്ന് നമ്മൾ ഫുട് വാൾവ് വഴി ഫിഷ് പോണ്ടിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നത്. അതാണ് ഇതിൻ്റെ സിസ്റ്റം. പ്രത്യേകം ശ്രദ്ധിക്കണം, മുകൾ ഭാഗം രണ്ടും ക്ലോസ് ആയിരിക്കും. നമ്മൾ വെള്ളം നിറക്കുന്ന സമയത്ത് മാത്രമേ ഇത് രണ്ടും ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ എയർ ടൈറ്റ് ആയിരിക്കണം ഇതിനകം. ഇതിന് ഇൻ കേസ് എവിടെയെങ്കിലും ലീക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിസ്റ്റം വർക്ക് ചെയ്യില്ല. കാരണം നല്ലൊരു രീതിയിൽ ചെറിയ രീതിയിൽ അക്വാപോണിക്സ് ഒക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെത്തേഡാണ് അത്. ഈ ഒരു പ്രൊജക്റ്റ് പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് കാണാൻ പറ്റും. ഇവിടെ ലീക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ MC കവർ ചെയ്തത് ശരിക്ക് ഇതായില്ല, ഫിറ്റായില്ല. ഇവിടെ വിള്ളൽ വന്നിട്ടുണ്ട്. ഇതുവഴി എയർ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വന്നിട്ടുള്ളത് ഇവിടെ അകത്തേക്ക് ഇന്നർ വരുന്നു. വെള്ളം നമ്മൾ അകത്തേക്ക് പമ്പ് ചെയ്യുന്നതാണ് ഇത് ഓട്ടോമാറ്റിക്കലി. ഈ ഭാഗത്തും എയർ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സക്സസ് ആവാനുള്ള സാധ്യത 100% ഉറപ്പാണ്. ഓൾറെഡി ഇങ്ങനത്തെ വർക്ക് നടക്കുന്നതാണ്. ബാക്കിയുള്ള പോരായ്മകളൊന്നുമില്ല, ഈ രണ്ട് പോരായ്മകളുള്ളൂ. പിന്നെ പോരായ്മകൾ മെയിനായിട്ടുള്ള വെച്ചാൽ ഇതിൻ്റെ ലെങ്ത്ത് കുറവാണ്. മാക്സിമം ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടി കിട്ടണം. അതായത് ഇത് നമ്മൾ ഒരുപാട് ഈ പൈപ്പ് ലെങ്ത്തായിട്ട് ഒരുപാട് കൊണ്ടുപോയിട്ട് ചുറ്റി 2-3 വളവൊക്കെ വളച്ച് ചുറ്റി വീണ്ടും തിരിച്ച് ഇതിലേക്ക് തന്നെ കൊടുന്നിട്ടാൽ മതി. അപ്പോൾ അത്രയും ലെങ്ത്ത് ആകുമ്പോൾ തിരിച്ച് എയർ കയറില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിലൊക്കെ ഇതിൻ്റെ സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ സമയം വൈകിട്ടായി, നമ്മൾ രാവിലെ മുതൽ തുടങ്ങിയതായി ഇതിൻ്റെ പിന്നിലുള്ള വർക്കുകൾ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നാളെ ജോലിക്ക് എറണാകുളത്തേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഇതിൻ്റെ അപ്ഡേഷൻ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതുവരെ നിങ്ങൾ കണ്ടത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ഒരു പ്രോജക്റ്റിന് തുടക്കം കുറിച്ചായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഇന്ന് ഈ അവധി ദിവസം നമ്മൾ വീണ്ടും ഈ ഒരു പ്രോജക്റ്റ് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അന്ന് കുറച്ച് പാളിച്ചകൾ സംഭവിച്ച കാരണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എങ്ങനെയായാലും നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ശരി, ഇതിൻ്റെ ഐഡിയ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ പരീക്ഷണ വസ്തു, അതായത് വൈദ്യുതി ഇല്ലാതെ നമുക്ക് വെള്ളം പമ്പ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ നിർമ്മിച്ചിട്ടുള്ള ഒരു ചെറിയ സിസ്റ്റമാണിത്. ഇതിന് എന്ത് പേരിട്ട് വിളിക്കണം എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം പാർന്ന് നോക്കുകയാണ്. കാരണം ഇതിൽ ഒന്നെങ്കിൽ നമുക്ക് പൈപ്പ് വെച്ചിട്ട് ഇതുവഴി നമ്മൾ വെള്ളം ഇതിലേക്ക് പൈപ്പ് വഴി ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം കോരി ഒഴിക്കാം. ആദ്യം ഇത് നിറച്ച് കഴിഞ്ഞാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി കാഴ്ചകൾ, അതായത് ഇത് നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ ഒരു വാൾവ് വഴിയാണ്, അല്ലെങ്കിൽ ഈ ഒരു പൈപ്പ് വഴിയാണ് നമ്മളിപ്പോൾ ഈ ടാങ്കിലേക്ക് വെള്ളം നിറച്ചത്. ഇതേ സമയത്ത് നമ്മൾ ഇങ്ങോട്ടൊരു പൈപ്പ് എക്സ്ട്രാ ഇട്ടിരുന്നു. ഇവിടെ ഒരു വാൾവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പണാണ്. ഇതിൽ കൂടി എയർ അകത്തേക്ക് കിടക്കും. ആ രീതിയിൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഈ ഒരു കാണുന്ന വാൾവാണ്, ഈ ഒരു പൈപ്പ് വരുന്നത് നമ്മൾ ഫിഷ് പോണ്ടിലേക്ക് സെറ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ ഫൂട്ട് വാൾവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 1 ഇഞ്ച് പൈപ്പാണ് കൊടുത്തുള്ളത്. ഇതും ഇവിടെ ഓപ്പണാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇത് ഈ ടാങ്കിൽ വെള്ളം നിറക്കുമ്പോൾ അതേ വെള്ളം തന്നെ ഇവിടെ ഈ പൈപ്പ് വഴി ഫൂട്ട് വാൾവിലേക്ക്, അതായത് പോണ്ടിലേക്ക് എത്തും. അപ്പോൾ ഇതൊക്കെ ഫില്ലായിക്കണം. ഈ ടാങ്ക് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിവിടെ ഫില്ലാണ്. പക്ഷേ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തൊരു ഹോൾ ഇട്ടിരുന്നു. അതുപോലെ തന്നെ ഈ ടോപ്പ് ക്യാപ്പ് വേറെ ആയിരുന്നു ഈ ബക്കറ്റിൻ്റെ. അപ്പോൾ ഈ ടാങ്കൊക്കെ യൂസ് ചെയ്തപ്പോൾ ഇതിവിടെ സെറ്റ് ചെയ്ത സമയത്ത് നമ്മൾ എത്ര ഇത് ഗ്യാപ്പ് അടക്കാൻ ശ്രമിച്ചിട്ടും ലീക്കേജ് വരുന്നുണ്ട്. പക്ഷേ ഇതായിരിക്കും നമ്മൾ പ്രൊജക്റ്റിന് വരുന്ന ഏറ്റവും വലിയ പരാജയം. കാരണം ഇതിനകത്തേക്ക് എയർ കടക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി വെള്ളം ഫിറ്റാക്കി, അതായത് നിറച്ച് വെച്ചിട്ടുണ്ട് ടാങ്കിൽ. ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാൾവ് ഉണ്ടല്ലോ, ഈ ഒരു വാൾവ് നമ്മൾ ക്ലോസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വാൾവും ക്ലോസ് ചെയ്യുക. അതായത് ഈ 2 വാൾവും ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം. ഇനി ഇതിനകത്തേക്ക് എയർ കടക്കാൻ പാടില്ല. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും വലിയ അതായത് ടെക്നിക്ക് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ എയർ കടക്കാൻ പാടില്ല. കാരണം ഇതിനകത്ത് ഇപ്പോൾ വെള്ളം ഫില്ലായി കഴിഞ്ഞു.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഓൾറെഡി വരുന്നത് ഇത് മാത്രം ഈ കാണുന്ന വാൾവ്, അതായത് ഫിഷ് പോണ്ടിലേക്ക് പോയിട്ടുള്ള ഫുഡ് വാൾവ് സെറ്റ് ചെയ്തിട്ടുള്ള പൈപ്പ് മാത്രമാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോണേ ഈ ബക്കറ്റിൽ നിന്ന് വെള്ളം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഈ ബക്കറ്റ് മീൻസ് ഈ ടാങ്കിൽ നിന്ന് വെള്ളം ഫില്ലാണ്. ഇനി ഇതുവഴി വെള്ളം നമ്മൾ പുറത്തേക്ക് പോവാണ്. അതിന് ഇവിടെ ഒരു വാൾവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് വാൾവ് സെറ്റ് ചെയ്ത് ഇതുവരെയാണ് ഞാൻ ആദ്യം ചെയ്തിരുന്നത്. അന്ന് പരാജയപ്പെട്ടപ്പോഴാണ് വീണ്ടും ഞാനൊരു എക്സ്ട്രാ പൈപ്പും കൂടി കൊടുത്തിട്ടുണ്ട്, താഴേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇത് പഴയ വീട്ടിലായിരുന്നൊരു പൈപ്പാണ്, താഴേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി വെള്ളം താഴേക്ക് ചാടിക്കണം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പൈപ്പ് വഴി വെള്ളം താഴേക്ക് വരികയാണെങ്കിൽ ഈ ബക്കറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി വെള്ളം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ബക്കറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് എയർ ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ വെള്ളം കുറയുന്നത് വഴി ഈ എയർ കയറാനുള്ളൊരു സോഴ്സ് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു സോഴ്സിലൂടെ ഓട്ടോമാറ്റിക്കലി നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റും വെള്ളം ഓട്ടോമാറ്റിക്കലി താഴെ നിന്ന് പമ്പ് ചെയ്താ ഇതിലേക്ക് വരും. അപ്പോൾ ഇതിൽ വെള്ളം ഫില്ലായിക്കൊണ്ടിരിക്കും. ഈ ഒരു സിസ്റ്റമാണ് ഇവിടെ പ്രവർത്തനം ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഇത് തുറന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഈ വാൾവ് നമ്മളിവിടെ തുറക്കാൻ പോകട്ടെ. നമ്മൾ ഈ ഒരു വാൾവ് ഇവിടെ ഈ ഒരു വാൾവ് തുറന്നത് വഴി ഇവിടെ നിന്ന് ഇനി വെള്ളം ഇറങ്ങണം. ഇപ്പോൾ വെള്ളം ഇറങ്ങേണ്ടത് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു സ്ഥലത്തേക്ക് വരണം. ഇവിടെ ഞാൻ ചെറിയ പൈപ്പ് ആദ്യം നമ്മൾ കൊടുത്തപ്പോൾ ഇതാക്കി നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണേ. ഇത് ഞാനിവിടെ ഓപ്പൺ ആക്കാൻ പോവാം. ഇതിവിടെ ഓപ്പൺ ആക്കിയപ്പോൾ വേണ്ട വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളോട് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കണം. ഇപ്പോൾ വെള്ളം ചാടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ശബ്ദം കേൾക്കുന്നുണ്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പിടിച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ എയർ പിടിക്കുന്നുണ്ട്. ഈ പുറത്തുനിന്ന് എയർ അകത്തേക്ക് കയറുന്നുണ്ട്. ഇവിടെ കയറാൻ പാടില്ല. ഇതിനകത്ത് കൂടി വേണം കയറാൻ. ചെറിയ രീതിയിൽ ഇവിടെ വെള്ളം ചാടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ എയർ ഇവിടെ കൂടുതലായിട്ട് പുറത്തുനിന്ന് വരുന്ന കാരണം കൂടുതൽ നേരം ആ വെള്ളം ചാടാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ വെള്ളം നിറച്ചിട്ട് പൈപ്പ് വഴി വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുന്ന് ഒരു ശബ്ദം കേൾക്കാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ പിടിക്കാം. അതായത് എയർ അകത്തേക്ക് കയറുന്നുണ്ട്. ഈ എയർ അകത്തേക്ക് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പോണ്ടെന്ന് ഇപ്പോൾ ഒരു പൈപ്പ് കണ്ടില്ലേ, ഈ ഒരു പൈപ്പ് കണ്ടില്ലേ, ഇത് ഫുഡ് വാൾവ് വെച്ചുള്ള പൈപ്പാണ്. ഇതുവഴി വെള്ളം അകത്തേക്ക് കയറും. കാരണം സ്റ്റാർട്ടിങ്ങിൽ വെള്ളം അകത്തേക്ക് കയറുന്നതായിട്ട് എനിക്ക് ആ ഫീല് കിട്ടിയിട്ടുണ്ട്, ശബ്ദം വന്നിരുന്നു. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഈ എയർ അകത്തേക്ക് കൂടുതലായിട്ട് ഈ ടാങ്കിലേക്ക് കടക്കുന്ന കാരണം ഇതുവഴി വെള്ളം പമ്പ് ചെയ്യുന്നില്ല. കാരണം ആ ടാങ്കിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ആ പൈപ്പ് വഴി വരുമ്പോൾ വേറൊരു എയറും അകത്തേക്ക് കടക്കാനില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പൈപ്പ് വഴി മാത്രമേ എയർ അകത്തേക്ക് കിടക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ എയറിൻ്റെ കൂടെ ഈ വെള്ളം നമ്മുടെ ടാങ്കിലേക്ക് എത്തും. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി നടക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇങ്ങനൊരു സിസ്റ്റം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 24 hours 360 ദിവസവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അക്വാപോണിക്സ് ആയാലും എന്തായാലും ശരി ഓട്ടോമാറ്റിക്കലി പമ്പിങ് നടക്കൂടെ. ഇത് വലിയ ഹൈറ്റിലേക്കൊന്നും എത്തിക്കാൻ പറ്റില്ല, എങ്കിലും മിതമായ രീതിയിലുള്ള ഈ അക്വാപോണിക് സിസ്റ്റത്തിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനൊരു ശ്രമം നടത്തുക, കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ഇതേക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചിട്ട്. 100% ഞാൻ ഈ ചെയ്ത പ്രൊജക്റ്റ് സക്സസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വീഡിയോ വേണമെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ ഞാനത് ഒരിക്കലും പറയുന്നില്ല. ഏകദേശം 80 to 90% ഈ ഒരു പ്രൊജക്റ്റ് എനിക്ക് സക്സസ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഭാഗത്ത് പറ്റിയ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ആ ടാങ്ക് മാത്രമാണ് അബദ്ധം പറ്റിയുള്ളത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യം സക്സസ് ആവാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക വെച്ചാൽ ഈ ഒരു ഐഡിയ പാസ് ചെയ്യാന്നുള്ള രീതിയാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഗൂഗിളിൽ ഇതേക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടുന്നില്ല. ഇനി കേരളത്തിലെ നിലവിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിലവിൽ ഏതെങ്കിലും കർഷകർ അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം എന്ത് പേരിലാണിത് ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടതെന്നറിയില്ല. ഇൻ കേസ് ഈ കാണുന്ന ആർക്കെങ്കിലും ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പേരോ അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിലോ ഒക്കെ ഷെയർ ചെയ്യുക, കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് കൂടി ഇതൊരു അറിവായിരിക്കും. എൻ്റെ പ്രധാന ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ,
ഈ ഒരു ഐഡിയ ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് ഈ ഐഡിയ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ സ്വദേശം മലപ്പുറം തിരൂരാണ്. ഈ പരിസരത്ത് ആരെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഇരുമ്പിൻ്റെ ബാരൽ പോലുള്ള സംഭവങ്ങൾ, ഒരു ടാങ്ക് സ്പോൺസർ ചെയ്യാൻ, അതായത് എവിടെയെങ്കിലും കിട്ടുന്ന ചെറിയ വിലയ്ക്ക് എവിടെയെങ്കിലും കിട്ടുന്ന ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പോയി വാങ്ങും. നമ്മളത് ആ സിസ്റ്റം ചെയ്യും. കാരണം ഞാൻ കുറേ സ്ഥലത്ത് അത് അന്വേഷിച്ചപ്പോൾ ഒന്നും കിട്ടാല്ല. ഈ ടാറിൻ്റെ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. കാരണം അകത്ത് നമുക്ക് ക്ലീൻ ചെയ്യലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അകത്തൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ഒരു മറ്റേ ബാരൽ കിട്ടുകയാണെങ്കിൽ അതിൽ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ 100% സക്സസ് ആവും. കാരണം നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് ചെറിയ ബക്കറ്റ് ടാങ്കറ്റ് യൂസ് ചെയ്ത്, പിന്നെ അതിന് ഓൾമോസ്റ്റ് ഫുള്ള് ഹോളാന്ന് തന്നെ പറയാം. അപ്പോൾ എയർ കടക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ബാരൽ കിട്ടിയിട്ട് സൈഡിൽ ഗ്യാസ് വെൽഡൊക്കെ ചെയ്തിട്ട് 3 പൈപ്പിൽ നിന്ന് ഹോളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് 100% സക്സസ് ആവും. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഇതേക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളെ അറിവുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഇതൊന്നിനു വേണ്ടി മാത്രം, നമ്മളെ ഐഡിയ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിലേറെ ഇതൊരു ഉപകാരമായി എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള നല്ല വീഡിയോസുമായിട്ട് ഇനിയും നിങ്ങളെ മുമ്പ് വരണമെന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഈ ഒരു ഐഡിയ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് എന്നിൽ നിന്നും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എന്നാൽ കഴിയുന്ന എല്ലാവിധ സപ്പോർട്ടും ഞാൻ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം നമ്മൾ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരുപാട് കർഷകർക്ക് ഉപകാരപ്പെടുന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അതിലേറെ ഈ ഒരു അറിവ് എനിക്ക് പൂർണ്ണമായിട്ടും ഷെയർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു സംതൃപ്തിയോട് കൂടിയിട്ട് ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.